നമസ്കാരം. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവുമായ ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഗുരുഗ്രാമിലെ വസതിയിലായിരുന്നു അന്ത്യം. ഇന്ത്യയുടെ 6ാമത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ദേവിലാലിന്റെ മകനായ ചൗട്ടാല 4 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 1935 ജനുവരിയിൽ ജനിച്ച ചൗട്ടാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ഹരിയാനയിലെ സിർസയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ചൗട്ടാല ജനിച്ചത്. പിതാവ് ചൗധരി ദേവിലാൽ 1966 ഹരിയാന സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിതാവിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലെത്തിയ ചൗട്ടാല 1970 ഹരിയാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1989 ഡിസംബറിൽ പിതാവ് ദേവിലാൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായതോടെ പകരക്കാരനായ ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. എന്നാൽ 6 മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതെ വന്നതോടെ 1990 മെയ്യിൽ സ്ഥാനമൊഴിയേണ്ടി വന്നു. പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 1990-91 ഹ്രസ്വ കാലയളവിലേക്ക് വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. 1993 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ ചൗട്ടാല വീണ്ടും നിയമസഭയിലെത്തിയെങ്കിലും 1995 ഹരിയാനയിലെ വെള്ളം അയൽ സംസ്ഥാനങ്ങളുമായി പങ്കിടാനുള്ള കരാറിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചു. 1998 ഇന്ത്യൻ നാഷണൽ ലോക്ദൾ രൂപീകരിച്ചു. 1999 ഹരിയാന വികാസ് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചൗട്ടാല വീണ്ടും മുഖ്യമന്ത്രിയായി. ഒട്ടേറെ വിവാദങ്ങളിലും ചൗട്ടാല ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ജയിൽവാസത്തിലേക്ക് നയിച്ചു. 1999-2000 കാലയളവിൽ ഹരിയാനയിൽ ജൂനിയർ ബേസിക് അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അഴിമതി കേസിൽ 2013 അദ്ദേഹത്തിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. 2021 മോചിതനാകുന്നതുവരെ ഡൽഹിയിലെ തീഹാർ ജയിലിലെ ഏറ്റവും പ്രായം കൂടിയ തടവുകാരൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിനായിരുന്നു. അന്ന് 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്.